സ്പെയിനിലെ സെവൂട്ട ദ്വീപിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഇരച്ചെത്തിയ മൊറോക്കൻ അഭയാർത്ഥികളുടെ പ്രവാഹത്തെ വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്തപ്പെട്ടു, വിശദീകരിക്കപ്പെട്ടു. അങ്ങനെ പലായനം ചെയ്തെത്തിയവരിൽ നല്ലൊരു ഭാഗവും മടങ്ങിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങളും കാര്യങ്ങളും വിലയിരുത്തപ്പെടുകയാണ്. സ്പെയിൻ ആദ്യവും അവസാനവുമായി ഇതിൽ സംശയിക്കുന്നത് ഇസ്രയേലിനെ തന്നെയാണ്. സ്പെയിൻ ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളോടുള്ള വിരോധം തീർക്കാൻ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നത് എന്ന് വിശ്വസിക്കുന്നവർ സ്പെയിനിൽ ഭരണരംഗത്ത് ധാരാളം പേരുണ്ട്. അതിന് മതിയായ കാരണങ്ങളുമുണ്ട്. ഈ സ്പെയിനിലേക്ക്, യൂറോപ്യനിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നു, അതും ഒരു പ്രത്യേക മതവിശ്വാസികൾ എന്നുള്ള പ്രചരണത്തിന് പിന്നിലുള്ള നിമിഷങ്ങൾ കൊണ്ടുള്ള നറേറ്റീവ് ലോകമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇടം പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ ആസൂത്രിത ഭാവത്തെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായത്. ദ്വീപ് യൂറോപ്പിലല്ല. സ്പെയിൻ എന്ന് പറയുമ്പോഴും അങ്ങ് ആഫ്രിക്കൻ മേഖലയിൽ ഒരു കോളനി പോലെ നിലനിർത്തിയിരിക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിൻ്റെ നടുക്ക് മാഹിയുള്ളതുപോലെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കാലത്ത് പോർച്ചുഗീസ് ഗോവയുള്ളതുപോലെ, അത്തരത്തിൽ ഒരു കോളനിയായി ഏതാണ്ട് വർഷങ്ങളായി നിലനിർത്തിപ്പോരുന്ന സ്ഥലമാണ് സെവൂട്ട എന്ന് പറയുന്നത്. ഈ സെവൂട്ട ദ്വീപിലേക്ക് പ്രവഹിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് യൂറോപ്പിലേക്കോ സ്പെയിനിലേക്കോ പ്രവഹിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഇവിടെ നടന്നത് മറ്റൊന്നാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തു നിന്നും കടൽ കടന്ന ഒരുപാട് ആളുകൾ വളരെ സാഹസികമായി ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കാൻ പോയതുപോലെ വളരെ പെട്ടെന്ന് മൊറോക്കോയിലെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രചാരം അങ്ങ് വ്യാപകമായി വ്യാപിച്ചു. സംഗതി വേറൊന്നുമല്ല, സ്പെയിനിൽ ആളുകളെ സ്വീകരിക്കുന്നു, അവിടെ എത്തുന്നവരെ തിരിച്ചയക്കുന്നില്ല, അവിടെ എത്തുന്നവർക്ക് തൊഴിൽ നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ അവിടെയുണ്ട് എന്നുള്ള രീതിയിൽ ആസൂത്രിതമായി കുറച്ച് മനുഷ്യക്കടത്തുകാരെ, നമ്മുടെ നാട്ടിൽ പണ്ട് ഈ വിസ കൊടുക്കുന്നവരെ എന്ന് പറയുന്നത് പോലെ കുറേ ആളുകളെ രംഗത്തിറങ്ങി ഇത്തരമൊരു പ്രചരണം അങ്ങ് സംഘടിപ്പിച്ചു. ഇതിനിടയിൽ സ്പെയിനിലെ ഒരു കോടതിയിൽ നിന്ന് ഒരു വിധിയുണ്ടായി. ആ വിധി ഇതുപോലെ എത്തിയ ഒരു അഭയാർത്ഥിയുടെ വിഷയത്തിലുണ്ടായ ഒരു സുപ്രീം കോടതിയുടെ വിധിയാണ്. സ്പെയിൻ കോടതി പറഞ്ഞത്, ഒരു അഭയാർത്ഥി എത്തിയാൽ വളരെ പെട്ടെന്ന് തിരിച്ചയക്കുന്നതിന് പകരം അയാൾ വന്ന സാഹചര്യം എന്താണെന്നും അയാൾക്ക് തിരിച്ചു പോയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ചുമൊക്കെ വിലയിരുത്തി വേണം മടക്കി അയക്കാൻ എന്നൊരു വിധിയുണ്ടായി. ഈ വിധിയെ ആ നിലനിന്ന പ്രചാരവേലയോടൊപ്പം കൂട്ടിച്ചേർത്തു. അപ്പോൾ ജനങ്ങളാകെ വിചാരിച്ചു, ഇങ്ങനെ കടൽ കടന്ന് എത്തുന്ന ആളുകൾക്ക് അവിടെ സൗകര്യങ്ങൾ കിട്ടും, അവിടെ അവകാശങ്ങൾ കിട്ടും, അവിടെ തൊഴിൽ കിട്ടും എന്ന് പറഞ്ഞ ഒരു പ്രചാരവേലയുടെ ഭാഗമായിട്ടാണ് മൊറോക്കോയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഇരച്ചു കയറിയത്. അല്ലാതെ യൂറോപ്പിൽ കൊണ്ടുവന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കടൽ കടന്ന് അതിൽ 40 പേരോളം മരണപ്പെട്ട് നീന്തി കയറി വരുമെന്ന് വിഡ്ഢികളും വിദ്വേഷികളുമല്ലാതെ വേറെ ആരും വിശ്വസിക്കില്ല. ആ ഒരു പ്രചാരവേലയാണ് ഈ ജനങ്ങളെ ഈ സെവൂട്ട ദ്വീപിലേക്ക് എത്തിച്ചത്. ഈ വാർത്ത വന്നതോടുകൂടി സ്പെയിനും ഒക്കെ സ്വീകരിച്ച നിലപാട് കണ്ടപ്പോഴാണ് വന്നവർക്ക് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അതിൽ മഹാഭൂരിപക്ഷം പേരും തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. പക്ഷേ ഈ വന്ന വരവും അതിനെ തുടർന്ന് സൃഷ്ടിച്ച പ്രചാരവേലയും ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന് യൂറോപ്യൻ പിന്തുണ കിട്ടുന്നതിനും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനും മൊസദും CIA ഒക്കെ ചേർന്നൊരുക്കിയ ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് ആക്ഷൻ ആയിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതിനപ്പുറം അതിൽ ജാതിയുമില്ല, മതവുമില്ല, യൂറോപ്പിനെ തകർക്കലുമില്ല. കല്യാണ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുമെന്നോർത്ത് കയറി ആഹാരം കഴിച്ചിട്ട് പോകുന്ന ആളുകൾ കല്യാണം തകർക്കാൻ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും ഉണ്ടായത്. ഇത് ബോധപൂർവം ഇസ്രായേൽ അമേരിക്കൻ ഏജൻസികൾ കയറ്റിവിട്ടതാണ് എന്നാണ് സ്പെയിൻ അടക്കം ഒരുപാട് പേരും വിശ്വസിക്കുന്നത്. ഒരുതരം ഇംഗ്ലീഷ് മീഡിയം പണി.